അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേർ അവകാശവാദം ഉന്നയിക്കും, അല്ലെങ്കിൽ 3 പേർ ഒരേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്. അതിൽ നിന്ന് ആര് വേണം എന്ന് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം, അത് നീണ്ടുപോയി വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അങ്ങനെ ഒരു ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കാൻ ഏറ്റവും നിർണായകമായത് കെ മുരളീധരൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ നിർദ്ദേശങ്ങളാണ്. എങ്ങനെയാണ് VD സതീശനാണ് ഇതിൽ ഏറ്റവും അനുയോജ്യൻ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഒരു ജനകീയ പിന്തുണ അദ്ദേഹത്തിനായിരുന്നു. ഞാൻ നിയോജകമണ്ഡലത്തിൽ വിജയിച്ചതിന് ശേഷം നന്ദി പറയാൻ വേണ്ടി നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്തും പോയി. എനിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 25 വാർഡാണ്. 25 വാർഡുകളിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊക്കെ ഉണ്ടായൊരു വികാരം എന്ന് പറയുന്നത്, സാർ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വേണം. VD സതീശൻ ഇപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് അധികം പരിപാടിക്ക് വന്നിട്ടില്ല, ചില 1-2 പരിപാടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ എല്ലാ ഭാഗങ്ങളിലും 25 വാർഡുകളിലും ജനങ്ങൾ ആവശ്യപ്പെട്ട് VD സതീശൻ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധിയോട്, ജനകീയ പിന്തുണ അദ്ദേഹത്തിനാണ്, പക്ഷേ ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുന്നത് ഞാൻ അംഗീകരിക്കും. അതുകൊണ്ടാണ് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് അവിടെ എടുക്കാൻ കാരണം. തെരഞ്ഞെടുപ്പിന് ശേഷമാണോ അത് മനസ്സിലായത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. ഇപ്പോൾ ഞാൻ പറയാം, പുതുയുഗ യാത്ര നടത്തി. ആ യാത്രയുടെ പ്രത്യേകത എന്താ? ഞാൻ യാത്ര പല ജില്ലകളിലും ഞാൻ പരിപാടിയിൽ പങ്കെടുത്തു. ഞാനും യാത്ര നടത്തിയിട്ടുണ്ട്, KPC അധ്യക്ഷനായിരുന്നു. പക്ഷെ അന്നൊന്നും കാണാത്തൊരു ആവേശം ഈ പുതിയ യാത്രയ്ക്ക് ഉണ്ടായി. അതിൻ്റെ മുഖ്യ കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിസ്റ്റത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. അത് ജനത്തിന് ഇഷ്ടമായി. ഇലക്ഷനിൽ 100 സീറ്റ് കിട്ടും എന്ന് ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചു. എനിക്ക് പോലും 80-ൽ കൂടില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 100 സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ അക്കാര്യത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയം, അതാണ് ഇത്തവണ കൂടുതൽ വോട്ട് കിട്ടാൻ സാഹചര്യം ഉണ്ടായത്. ഈ 3 പേരിൽ VD സതീശൻ ആണ് ഏറ്റവും യോഗ്യൻ എന്ന ധാരണ അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കെ മുരളീധരൻ എന്ന വ്യക്തിക്കുണ്ട്. അതിൽ ഒരു മാറ്റവും ഒരു ഘട്ടത്തിലും ഒരാലോചനയിലും ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല, ജനകീയ അടിത്തറ ഇത്തവണ അദ്ദേഹത്തിനാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ മറ്റുള്ളവർ മോശക്കാരല്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രീ VD സതീശന് കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനപിന്തുണ ലഭ്യമായത്. ഇപ്പോൾ ഭരണത്തിൽ നോക്കിയാൽ KCയുടെ ടീം VDയുടെ ക്യാപ്റ്റൻസി, ആ ഒരു നിലയിലാണ് ഭരണം പോകുന്നത്. അതൊന്നും ശരിയല്ല. കാരണം KC വേണുഗോപാൽ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. അദ്ദേഹം ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെയൊക്കെ ചുമതല, ഞങ്ങളുടെയൊക്കെ മേലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മാത്രമല്ല, സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇന്ത്യ രാജ്യത്ത് ഇന്നിപ്പോൾ 4 മുഖ്യമന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഇതുവരെ 3 പേരാണ്, ഇപ്പോൾ 4 പേരായി. അപ്പോൾ ആ ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഒരു കാര്യങ്ങളിലും ക്യാബിനറ്റ് രൂപീകരണത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഒരു ആരോപണം വന്നല്ലോ, അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടു. അതൊന്നും ശരിയല്ല. കാരണം എനിക്കറിയാം, ഞാൻ തെലങ്കാനയുടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം. അല്ല, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥാനാർത്ഥിനെ വേണമെന്ന് ഒരിടത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. താല്പര്യം അദ്ദേഹത്തിൻ്റെ അസംബ്ലിയിൽ ആരൊക്കെ വേണമെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? അത് എല്ലാ MP മാർക്കും ഉണ്ടല്ലോ. അതിൽ അദ്ദേഹത്തിൻ്റെ പല നിർദ്ദേശങ്ങളും ജനങ്ങൾ അംഗീകരിച്ചല്ലോ. ഇപ്പോൾ ആലപ്പുഴയിൽ വിജയിച്ച തോമസ് ആണ് മർദ്ദനമേറ്റ ആളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമുള്ളത്, പിണറായി സർക്കാരിൻ്റെ മർദ്ദനമേറ്റ ഒരാളെ ഞങ്ങൾക്ക് നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് KC വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹത്തിന് MP എന്നുള്ള നിലയിലും ദീർഘകാലത്തെ കേരള രാഷ്ട്രീയത്തിൽ പാരമ്പര്യമുള്ള വ്യക്തി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അഭിപ്രായം പറഞ്ഞ സ്ഥാനാർത്ഥികളായിട്ടുള്ളവരിൽ ഏതാണ്ട് 99% ജയിച്ചു. പക്ഷേ MLA അല്ലാതിരുന്ന അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ഈ ചർച്ചകൾ നീണ്ടുപോയതും ചർച്ച എവിടെയും എത്താതെ പോയതും. അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചില്ല. അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ ചില എന്താ പറയേണ്ടത്, അനാവശ്യമായിട്ടുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ പ്രചരിച്ചു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ റിഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടാകുന്ന കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുള്ള വിമർശനങ്ങൾ VDSന് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ടീം ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഞങ്ങൾ മുന്നോട്ട് പോകും, ഒരു സംശയമൊക്കെ കാര്യത്തില്ല. ഇപ്പം തന്നെ 2 മന്ത്രിസഭാ യോഗങ്ങളിൽ വന്ന തീരുമാനങ്ങൾ, അതൊക്കെ ഒരു
ദൃഢനിശ്ചയമുള്ള സർക്കാരിൻ്റെ റിസൾട്ടാണ്. തീർച്ചയായും. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.